ഇതൊരു ഹോസ്പിറ്റലാണെന്ന് തോന്നുകയില്ല. ഞാൻ 2 മാസത്തേക്ക് ഇവിടെ വന്നതാണ്. ഇപ്പൊ 10 മാസം കഴിഞ്ഞ് പോവാൻ തോന്നില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ സംസാരിക്കുന്നായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കാം. അസ്സലാമു അലൈക്കും. ഞങ്ങളിപ്പോൾ ആയുർഗ്രീൻ ഹോസ്പിറ്റലിലാണുള്ളത്. ഓൾമോസ്റ്റ് ഒരു 8 to 9 months ആയിട്ട് ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ്. ഞങ്ങൾക്കൊരു 5 സെഷൻ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഗേറ്റ് ട്രെയിനിങ്ങും ഹ്യൂബറും ആൻഡ് എക്സസൈസർ ഞങ്ങൾ ചെയ്തു. പിന്നെ ഫിസിയോതെറാപ്പിയും ചെയ്യുന്നുണ്ട്. ആൾക്ക് നല്ല ബാലൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്ഡാണ്. ആൾക്ക് ഒരുവിധമൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്പീച്ചിലും നല്ല ഇമ്പ്രൂവ്മെൻ്റായി. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇവിടുത്തെ മോട്ടിവേഷൻ ആൻഡ് സപ്പോർട്ട്. ഇപ്പോൾ നമ്മൾക്ക് ബൈസ്റ്റാൻഡേഴ്സിലാകുമ്പോഴും കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് മറ്റാർക്കും മനസ്സിലാവില്ല, നമുക്ക് തന്നെ അറിയുള്ളൂ. പക്ഷേ ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ ചില സമയത്തൊക്കെ ഭയങ്കര ഡള്ളാവും. പക്ഷേ ഇവർ നമുക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ സ്റ്റാഫ് ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ നല്ല ഫ്രണ്ട്ലിയും കെയറിങ്ങുമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവർ നല്ലോണം അത് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ OT ഡ്രൈവിങ് നമുക്ക് പരിശീലിപ്പിക്കുന്നുണ്ട്. പിന്നെ ആൾക്ക് റൈറ്റിംഗ് ഒക്കെ നല്ല ഇഷ്യൂ ആയിരുന്നു. ഇപ്പോൾ നല്ല ബെറ്ററായി. ഹാൻഡ് റൈറ്റിംഗ്, ഫുഡ് കഴിക്കുക എല്ലാം നല്ല ഇമ്പ്രൂവ്മെൻ്റാണ്. സ്പീച്ചിലും കാര്യമായ മാറ്റങ്ങൾ തന്നെ പറയാനുള്ളത്. ബാലൻസും നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി പോലെയാണ് ഇവിടെ. എല്ലാ നിലക്കും നമുക്ക് സപ്പോർട്ടാണ്. ഏറ്റവും വലുത് പറയാനുള്ളത് മെൻ്റൽ സപ്പോർട്ട്. അത് നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിനായാലും എന്താ പറയുക, ചിലപ്പോൾ ഒരു വർഷം മറ്റുള്ള സ്ഥലത്തൊന്നും ബൈസ്റ്റാൻഡേഴ്സിന് ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു മാറ്റമാണ്. നമ്മൾ എന്താ പറയുക, രോഗിയെ പോലെ തന്നെ നമുക്കും ശരിക്കും ഒരു സപ്പോർട്ട് വേണ്ട ടൈമാണിപ്പോൾ. അതാണ് എനിക്ക് ഏറ്റവും മെച്ചമായിട്ട് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. അപ്പം അതിലേക്ക് നമ്മൾ എന്നും ചിന്തിക്കുന്നത് എന്നാ മാറുക. ഇത് പതുക്കെ ആവുള്ളൂ. അപ്പം അത് നമ്മൾ ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ. അതിപ്പോൾ കുറേയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഭയങ്കര ദേഷ്യമൊക്കെ വരും ചില സമയത്ത്, സങ്കടം. അതിനൊക്കെ കുറേ മാറ്റങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ ഹസ്ബൻഡിനാണെങ്കിലും നല്ല മാറ്റങ്ങളായി. ദേഷ്യമൊക്കെ കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നടത്തത്തിൽ മാറ്റമായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നല്ലൊരു അന്തരീക്ഷം. നമുക്കൊരു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ഡെയിലി വന്ന് പോണ ആളുകളാണ്. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല സപ്പോർട്ടാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ മെൻ്റൽ സപ്പോർട്ട് ഭയങ്കരമായിട്ട് എടുത്തെടുത്ത് പിന്നെയും പറയണം. അങ്ങനെ ആൾക്കും നല്ല മാറ്റങ്ങളാണ്. OT ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ്. അവരിങ്ങനെ ഒരു സെഷൻ എങ്ങനെ കഴിഞ്ഞു പോകുകയെന്ന് പെട്ടെന്ന് സെഷൻ തീരും. കാരണം അത്രയും സംസാരിച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തന്ന് പേഷ്യൻസിനെ അതിലേക്ക് ഇങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക. അതാണല്ലോ വേണ്ടത്. ചില പേഷ്യൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ തീരെ അഡമൻ്റായിട്ട് ഒന്നും ചെയ്യാൻ കൂട്ടാത്തില്ല. പക്ഷേ ഇവർ സോഫ്റ്റായി പറഞ്ഞ് അതിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്തെങ്കിലും ഇങ്ങനെ ആരെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും ആയുർഗ്രീൻ എന്ന് പറയുന്നത്.